ദേശാഭിമാനി മുഖപ്രസംഗം 2026 ജൂൺ 12. അല്പായുസായ അന്വേഷണ നാടകങ്ങൾ. പ്രതീക്ഷിച്ചത് തന്നെ ഒടുവിൽ സംഭവിച്ചു. ന്യൂസ് ക്ലിക്ക് എന്ന വാർത്താ പോർട്ടലിന് നേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർന്നു വരുന്ന കടന്നാക്രമണങ്ങൾക്ക് ജുഡീഷ്യറി തടയിട്ടിരിക്കുന്നു. മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് അല്പായുസേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നു ഡൽഹി ഹൈക്കോടതി ഇടപെടൽ. വിദേശ ധനസഹായം സ്വീകരിച്ചെന്ന ആരോപണം സൃഷ്ടിച്ച് ന്യൂസ് ക്ലിക്കിനും ചീഫ് എഡിറ്റർ പ്രബീർ പുർക്കായസ്തയ്ക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ പ്രഥമ വിവര റിപ്പോർട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടും റദ്ദാക്കിയ വിധി രാജ്യത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനാധിപത്യവാദികൾക്കും ആശ്വാസകരമാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമ പ്രവർത്തനത്തിനെതിരായ അധികാര ദുരുപയോഗവും അന്യായമായ ആക്രമണവുമായിരുന്നു ഇഡിയുടെ നടപടികളെന്ന കോടതി നിരീക്ഷണം അങ്ങേയറ്റം സ്വാഗതാർഹവുമാണ്. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ധനമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും കൽത്തുറങ്കിലടയ്ക്കാൻ കാരണമായ ഡൽഹി മദ്യനയക്കേസിൽ എല്ലാ പ്രതികളെയും ഡൽഹി പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയതിന്റെ ക്ഷീണം CBIക്ക് മാറും മുൻപാണ് കേന്ദ്ര സർക്കാർ തുടലഴിച്ചുവിട്ട മറ്റൊരു അന്വേഷണ ഏജൻസിയായ ഇഡിക്ക് പുതിയ ആഘാതം. FIRലെ ആരോപണങ്ങൾ മുഴുവനായും ശരിയാണെന്ന് അംഗീകരിച്ചാലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 406 വകുപ്പിലെയും 420 വകുപ്പിലെയും കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ പോലും തെളിയുന്നില്ലെന്ന് ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് കണ്ടെത്തി. ഇത്തരമൊരു FIR തുടരുന്നത് നിയമ നടപടിക്രമങ്ങളുടെ ഗുരുതര ദുരുപയോഗം മാത്രമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി FIRഉം ED രജിസ്റ്റർ ചെയ്ത ECIRഉം റദ്ദാക്കിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ 4-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരാരോപണം പോലും രേഖകളിൽ ഇല്ലെന്നും കോടതി നിരീക്ഷിച്ചു. രാഷ്ട്രീയ എതിരാളികളെ എന്ന പോലെ വിമത ശബ്ദങ്ങളെയും വിമർശനാത്മക മാധ്യമ പ്രവർത്തനത്തെയും അടിച്ചൊതുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു മോദി സർക്കാർ ന്യൂസ് ക്ലിക്കിനെതിരെ EDയുടെ വേട്ടപ്പട്ടികളെ അഴിച്ചുവിട്ടത്. അടിയന്തരാവസ്ഥ കാലത്തേതുപോലെ പത്രങ്ങളുടെയും പത്രപ്രവർത്തകരുടെയും വായ മൂടിക്കെട്ടിയ കുപ്രസിദ്ധമായ സംഭവങ്ങളുടെ പുതിയ വകഭേദമായിരുന്നു ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള അടിച്ചമർത്തൽ. പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായി നടന്ന ഐതിഹാസികമായ കർഷക പ്രക്ഷോഭത്തെ പ്രചോദിപ്പിച്ചുകൊണ്ട് നിരവധി ന്യൂസ് സ്റ്റോറികളും അഭിമുഖങ്ങളും തയ്യാറാക്കിയതിന്റെ പേരിലായിരുന്നു ന്യൂസ് ക്ലിക്കിനുമേൽ EDയുടെ ബുൾഡോസർ ഇരമ്പിപ്പാഞ്ഞത്. ഇന്ത്യയിൽ അട്ടിമറിപ്പണി ചെയ്യാൻ ചൈനയിൽ നിന്നടക്കം ന്യൂസ് ക്ലിക്ക് പണം വാങ്ങിയെന്ന കല്ലുവച്ച നുണയുടെ അകമ്പൊടിയൊരുകയായിരുന്നു നിരന്തര വേട്ട. പ്രബീർ പുർക്കായസ്ത CPIM സഹയാത്രികനാണെന്നതും മോദി സർക്കാരിനെ പ്രകോപിപ്പിച്ച ഘടകമാണ്. മുതിർന്ന CPIM നേതാവ് പ്രകാശ് കാരാട്ടിനെയും ഇടതുപക്ഷ ചിന്തകൻ വിജയ് പ്രസാദിനെയും അടക്കം കുടുക്കാനും ശ്രമം നടത്തി. അമേരിക്ക ആസ്ഥാനമായ വേൾഡ് വൈഡ് മീഡിയ ഹോൾഡിംഗ്സ് എന്ന കമ്പനി വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ മറികടക്കാനായി ഓഹരികളുടെ മൂല്യം കൃത്രിമമായി ഉയർത്തിക്കാണിച്ച ഇടപാടിലൂടെ ന്യൂസ് ക്ലിക്കിന് 9.59 കോടി രൂപയുടെ വിദേശ നിക്ഷേപം നൽകിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ 2020 ഓഗസ്റ്റിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് 2021 ഫെബ്രുവരിയിൽ ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസുകളിലും എഡിറ്റർമാരുടെ വസതികളിലും റെയ്ഡ് നടത്തുകയും പരിശോധനയും രേഖകൾ പിടിച്ചെടുക്കലും നടത്തുകയും ചെയ്തു. അതൊന്നും തിരിച്ചേൽപ്പിക്കാൻ ഇതുവരെ ED തയ്യാറായിട്ടില്ല. 2023 ഒക്ടോബറിൽ പ്രബീറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലിട്ടു. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് വിധിച്ച് സുപ്രീം കോടതി 2024 മെയ്യിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു. പ്രബീറിനെ ഇതിനു മുമ്പും നിയമവിരുദ്ധ തടവിൽ അടച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് 51 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സ്. ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ അമിതാധികാര വാഴ്ചയെ എതിർത്തതായിരുന്നു അന്നും കുറ്റം. പോലീസിന്റെ കയ്യിൽ തെളിവുമുണ്ടായിരുന്നില്ല. വിചാരണ പോലുമില്ലാതെ 1 വർഷം ജയിലിലടച്ചു. JNUവിൽ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു പ്രബീർ. അന്ന് രാജ്യത്ത് കോൺഗ്രസ് അടിച്ചേൽപ്പിച്ച അടിയന്തരാവസ്ഥയായിരുന്നു. ഇന്നാകത്തെ മോദി സർക്കാരിന്റെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ രാജ്യത്തെ ഏറ്റവും പരിഹാസ്യമാം വിധം താഴ്ന്ന ശിക്ഷാ നിരക്കുള്ള അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ED കേസുകളുടെ ഗതിയും ഇതുതന്നെയാകുമെന്ന് ഉറപ്പ്.